ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. മാസങ്ങളായി ശമ്പളം നൽകാതെ മാനേജ്മെന്റ് നടപടിക്കെതിരെയും മറ്റ് ആവശ്യങ്ങൾ ഉന്നയിച്ചും കേരള സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷൻ ജീവനക്കാർ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ധർണാ സമരം നടത്തി. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. ഹാൻവീവ് കണ്ണൂർ ഹെഡ് ഓഫീസിന് മുന്നിലായിരുന്നു ധർണ നടത്തിയത്. സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതി ചെയർമാൻ CP സന്തോഷ് കുമാർ അധ്യക്ഷനായി. ആ ശമ്പളത്തിൽ പണിയെടുക്കുന്ന ഇടക്കാലത്ത് 2001 കുറേ ആൾക്കാർ റിട്ടയർ ചെയ്ത് പോയ ആൾക്ക് സ്വാഭാവിക ഇത് കിട്ടണം, ഗ്രാറ്റുവിറ്റി കിട്ടണം, PF കിട്ടണം, അതുമായി ബന്ധപ്പെട്ട പെൻഷൻ കിട്ടണം, PF പെൻഷൻ കിട്ടണം, ഇതെല്ലാം കൊടുക്കണം. അതും കൊടുക്കുന്നില്ല. തൊഴിലാളികൾക്ക് അത്യാവശ്യം വേതനം കിട്ടാൻ ആവശ്യമായ സംവിധാനമില്ല. പ്രതിസന്ധിയെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ പണിയെടുത്ത കൂലി കൊടുക്കാൻ ആവശ്യമായ ഒരു ജാഗ്രത ഇതിൻ്റെ മാനേജ്മെൻറ്റ് കാണിക്കേണ്ടത് എന്നാണ് ഞങ്ങളുടെ സംശയം. പണിയെടുത്ത തൊഴിലാളിക്ക് കൂലി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആലോചന നടത്താൻ എങ്ങനെ ഈ സ്ഥാപനം മുമ്പോട്ട് പോകും? എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടെങ്കിലും എങ്ങനെ ശമ്പളം കൊടുക്കാൻ സാധിക്കുന്ന ആലോചന ഒന്നും നടത്തണ്ടേ? ആദ്യം അതിനാവശ്യമായ സംവിധാനം ഒരുക്കാൻ സർക്കാരിൻ്റെ സഹായം തരണ്ടേ? സർക്കാരിൻ്റെ സഹായം തേടി എന്താണ് കുഴപ്പമുള്ള കാര്യം ഞങ്ങൾ വിളിച്ച് പറയണ്ടേ? ഞാൻ സൂചിപ്പിക്കുന്നത് 2023 ടെക്നോളജി റിവ്യൂ റിപ്പോർട്ട് കേരള സംസ്ഥാന നിയമസഭയിൽ അവതരിപ്പിച്ച പാസ്സാക്കിയ ചെയർമാൻ CP രാമേന്ദ്രൻ ഒപ്പിട്ട റിവ്യൂ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. നമുക്കെല്ലാം നെറ്റിലേക്ക് കിട്ടും. അതിനകത്ത് മനോഹരമായി നമ്മുടെ സ്ഥാപനത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അഭിമാനം തോന്നി. സ്ഥാപനത്തിൽ വൈവിധ്യവൽക്കരണം നടപ്പാക്കി സ്ഥാപനത്തെ സംരക്ഷിക്കുക, കേന്ദ്ര റിബേറ്റ് പുനഃസ്ഥാപിക്കുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, വിരമിച്ച ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു CITU, INTUC, AITUC, STU നേതൃത്വത്തിൽ ജീവനക്കാർ സംയുക്തമായി സമരം നടത്തിയത്. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് താവം ബാലകൃഷ്ണൻ, INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് VV ശശീന്ദ്രൻ, STU ജില്ലാ സെക്രട്ടറി ആലിക്കുഞ്ഞി പന്നിയൂർ, അരക്കൻ ബാലൻ എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.